ഇന്ന് സാധാരണ ദിവസം പോലത്തെ ഒരു ദിവസമല്ല കേട്ടോ. എനിക്ക് തീരെ വയ്യാത്തൊരു ദിവസമായിരുന്നെന്ന് ഒന്നിനോടൊരു താല്പര്യമില്ല. എന്തിനോ വേണ്ടി എണീറ്റു, എന്തിനോ വേണ്ടി വന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ ഇന്ന് വന്നേക്കണം തന്നെ. രാവിലെ തന്നെ വന്നു. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് ആലോചിച്ചാണ് കുറച്ച് നേരം നിന്നത്. ചോറുണ്ടാക്കണം, കറി ഉണ്ടാക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇന്നലത്തെ കറി ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതെടുത്ത് ചൂടാക്കാം, ചോറുണ്ടാക്കാം, അലക്കാനുണ്ട്, ഇവിടെയൊക്കെ അടിച്ചു വാരിയും പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നും ചെയ്തിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് പാടെ ഞാനിങ്ങനെ എന്താ പറയുക, കോഴി കഞ്ചാവ് വലിച്ച പോലെയാണ് ഇങ്ങനെ നടക്കണത്. ഇങ്ങനെ വന്നം പറഞ്ഞ പോലെയാണ് അവസ്ഥയാണ്, വല്ലാത്തൊരവസ്ഥയാണ്. അപ്പം ഞാൻ എല്ലാവിടേക്കും ഒന്ന് അടിച്ചു വാരാം എന്ന് വിചാരിച്ച് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. കാലത്താവാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ്. വൈകുന്നേരം വരെ ഇങ്ങനെ ബോറടിച്ച് പണ്ടാരടങ്ങി ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ പിന്നെ എത്ര അടിച്ചു വാരിയിട്ടും കാര്യമില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാറ്റിൻ്റെ സമയമായതുകൊണ്ട് നമ്മൾ എത്ര അടിച്ചു വാരിയാലും ഈ പുറകോട്ട് അടിച്ചു വാരി നമ്മൾ വേസ്റ്റ് കളഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എല്ലാം പറന്ന് പിന്നെ അകത്ത് വരും. ഫുള്ള് ചുറ്റും മരങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇലകളൊക്കെ പാറി പാറി എപ്പോഴും അകത്തേക്ക് പാറി വരും. ഞാനതല്ലാതെ അടിച്ചു കൂട്ടി ഇടയ്ക്ക് അടിച്ചു വാരലാണ് പണി. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ തിളപ്പിച്ചിട്ടാണ് വെള്ളം കുടിക്കുന്നത് കേട്ടോ. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം തിളപ്പിച്ച് കുടിക്കാനുള്ള കാരണം കിണറ്റിൽ പായൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഓണർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി, വെറുതെ അസുഖങ്ങൾ വരാൻ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടുത്തെ 2 കിളികളുണ്ട് കേട്ടോ. വീടിൻ്റെ ബാക്ക് വശമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ അടിച്ചു വാരി, അവിടെ നിന്ന് നമുക്ക് മുറ്റത്തുനിന്ന് എപ്പോഴും വീടിൻ്റെ ബാക്ക് വശത്തു നിന്ന് എപ്പോഴും ഇലകൾ പാറി പാറി കയറി വരും. അത് അടിച്ചു കൂട്ടി വേസ്റ്റിലിടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു പണിയായി വീട്ടിലെ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ വീട് വൃത്തിയില്ലാണ്ട് ഇങ്ങനെ കിടക്കണതൊന്നും കാണുന്നത് തന്നെ ഇഷ്ടമല്ല. എപ്പോഴും വീട് ക്ലീനായി കിടക്കണം. എനിക്ക് ക്ലീൻ അല്ലാതെ കിടക്കണുണ്ട് എനിക്ക് എന്തോ പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം വരും, വീടിങ്ങനെ അലമ്പായി കിടക്കണ കാണുമ്പോൾ. ഞാൻ തന്നെ എല്ലാതും അടിച്ചു വാരി വൃത്തിയാക്കി ഇങ്ങനെ എപ്പോഴും ഇടും. കാരണം പെട്ടെന്ന് ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ ഏതെന്താ ഇങ്ങനെ കിടക്കണമെന്ന് ചോദിക്കില്ലേ എന്നുള്ളൊരു ടെൻഷനാണ് എൻ്റെ മനസ്സിലെപ്പോഴും. അങ്ങനെ ഇത് കണ്ടോ, ബേബിക്ക് എടുത്ത് വെച്ചുള്ള ഡ്രസ്സുകളും സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അത് ബേബി വരാൻ ഇനി 1.5 മാസം, തേച്ച് 2 മാസം കൂടി ഉള്ളൂ. നൈറ്റികളുണ്ട്, ബേബിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. കണ്ടോ, പുറത്ത് നല്ല കാറ്റാണ്. ഈ കാറ്റത്താണ് ഇലകളൊക്കെ പാറി പാറി അകത്തേക്ക് വരണത്. അങ്ങനെ ഫാൻ ഒരു ആവശ്യമില്ലാണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിപ്പോഴാണ് കാണുന്നത്. ഈ ഒരു ടെഡി ബെയർ എന്ന് പറയുന്നത് ഇവൻ ബാംഗ്ലൂർ പോയപ്പോൾ എനിക്ക് മേടിച്ചുകൊണ്ട് വന്ന കേട്ടോ. വേറെ 2 ഈ കാണുന്നത്. പിന്നെ ഇതാ 2 മീനുണ്ട്. ഇവറ്റകൾക്ക് തീറ്റ കൊടുക്കണം. ഞാൻ തീറ്റ കൊടുക്കാൻ മറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അവറ്റകൾക്ക് തീറ്റ കൊടുക്കണം. 2 കുറേ ഉണ്ടായിരുന്നു കേട്ടോ. വേറെ 2-3 ഉണ്ടായിരുന്നു, ഒക്കെ ചത്തുപോയി. അവസാനം ഇപ്പോൾ ഈ 2 മാത്രമായി. തീറ്റ എൻ്റെ കൈ തട്ടി അവിടെ പോയായിരുന്നു കുറച്ച്. അങ്ങനെ ഞാൻ തീറ്റയൊക്കെ കൊടുത്തു. നല്ല രസമായിട്ടാവും. വൈകുന്നേരം വന്ന് വെള്ളമൊക്കെ മാറ്റും. ഡെയിലി അവറ്റകളെ ക്ലീൻ ചെയ്യും. അങ്ങനെ പിന്നെ എല്ലാവരും ഉള്ളൊക്കെ അടിച്ചു വാരി. ഇപ്പം എനിക്ക് കുനിഞ്ഞടിച്ച് വരണം, പണിയെടുക്കണം, മേലെ അനങ്ങണം എന്നൊക്കെയാണ് എല്ലാവരും പറയണത്. അപ്പം ഞാൻ ആവശ്യം കുനിഞ്ഞടിച്ച് വരും. പിന്നെ എൻ്റെ ചോറ് കരിഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ ഉമ്മറത്തൊരു ചേച്ചിയുടെ അടുത്ത് വർത്താനം പറഞ്ഞ് പോയി വരുമ്പോഴേക്കും എൻ്റെ ചോറ് കരിഞ്ഞായിരുന്നു. അങ്ങനെ ആ ചോറ് കളഞ്ഞ് ഞാൻ വേറെ അരി അടുപ്പത്ത് വെച്ചു. അങ്ങനെ ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ച് പുറമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. കുറേ നേരം കിടന്നുറങ്ങിപ്പോയി. ഞാനൊന്ന് ക്ഷീണം കൊണ്ട് അങ്ങനെ കിടന്നതാ. ആ കിടപ്പ് അങ്ങനെ കിടന്നു. പിന്നെ എണീക്കുമ്പോൾ 5:30-5:45. പിന്നെ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെന്താ, വൈകുന്നേരം ആവാറായി. ഇനി കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ അവൻ വരും. പിന്നെ എല്ലാവരുടെയും ലൈറ്റൊക്കെ ഇട്ട് വെച്ച് ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ സിനിമയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ.